ഗ്ലോറി ടു ഗാഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമുക്ക് ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ ജീവനുള്ള സന്നിധിയിൽ, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയിൽ നമുക്ക് പ്രവേശിക്കാൻ ദൈവം നൽകിയ ഈ നല്ല അവസരത്തിനായി, സാഹചര്യത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളുടെ മുമ്പിൽ വീണ്ടും ജീവിപ്പിക്കുന്ന കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി വരാൻ ദൈവം എന്നെ നിയോഗിച്ചാക്കിയ വലിയ ദൈവിക പദ്ധതിയെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് വളരെ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും വിശ്വാസത്തോടും ആകാംക്ഷയോടും കൂടെ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ ചൊല്ലുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഈ മീറ്റിങ്ങിലേക്ക് ഹർദവമായ സ്വാഗതം. വളരെ ശക്തമായ ഒരു ദൈവികാലോചനയാണ് ഇന്ന് കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇത് രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് കാണുന്ന ദൈവമക്കളുണ്ട്. ഒരുപാട് ദൈവമക്കൾ ഈ സന്ദേശം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു വലിയ പരിവർത്തനം സൃഷ്ടിക്കുന്ന ഒരു സന്ദേശമായിരിക്കും ഇത്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ വളരെ താല്പര്യത്തോടെ ഈ ദൈവവചനം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5-ാമത്തെ അധ്യായം, അതിൻ്റെ 1, 2, 3 വാക്യങ്ങളാണ് കർത്താവ് എന്നെ ഏൽപ്പിച്ചേക്കുന്നത്. എൻ്റെ പ്രാർത്ഥനയിൽ എനിക്ക് കർത്താവ് തന്ന ഒരു വചനമാണിത്. ഇത് ഞാൻ വളരെ ശ്രദ്ധയോടെയാണ് ഞാൻ ഈ വചനം ദൈവം തന്നപ്പോൾ അതിനെ ഏറ്റെടുത്തത്. ഞാൻ വളരെ താല്പര്യത്തോടെയാണ് ഞാൻ ഈ വചനം ഇന്ന് ശുശ്രൂഷിക്കാനായി ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ദൈവത്തിന് ഒത്തിരി പേരോട് ചിലത് സംസാരിക്കാനുണ്ട്. വചനം ഞാൻ വായിക്കുകയാണ്. നിങ്ങളെല്ലാവരും വിശുദ്ധ ബൈബിൾ തുറക്കുക. എന്നാൽ അനന്യാസ് എന്നു പേരുള്ള ഒരു പുരുഷൻ തൻ്റെ ഭാര്യയായ സഫീറയോട് കൂടെ ഒരു നിലം വിറ്റു. ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറെ എടുത്തു വെച്ച് ഒരംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പോൾ പത്രോസ്, അനന്യാസേ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിൻ്റെ വിലയിൽ കുറെ എടുത്തു വയ്പ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? വളരെ ശ്രദ്ധേയമായ ഒരു ചോദ്യവും വളരെ ഭയത്തോടുകൂടെ കാണുന്ന ഒരു സന്ദർഭവുമാണ് വായിച്ചു കേട്ടത്. ഹൃദയം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് ഹൃദയം പണിമുടക്കാതെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. നിങ്ങളുടെ ഹൃദയം താളം തെറ്റിയാൽ നിങ്ങളുടെ ലൈഫിൻ്റെ താളം മുഴുവൻ തെറ്റും. നിങ്ങളുടെ ഹൃദയം പണി മുടക്കിയാൽ ജീവിതത്തിൻ്റെ പല പണിയും മുടങ്ങും. ഹൃദയം ആരോഗ്യമുള്ളതല്ലെങ്കിൽ ജീവിതം തന്നെ ബലഹീനമായിരിക്കും. ഹൃദയത്തിന് വിശുദ്ധ ബൈബിളിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് നൽകിയിരിക്കുന്നത്. കർത്താവ് രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ഒരു വ്യക്തിയുടെ ഹൃദയത്തിലാണ് വസിക്കേണ്ടത്. എന്നാൽ ഇവിടെ ഈ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ഈ കാണുന്ന അനന്യാസും സഫീറയും, അനന്യാസ് പേരിൻ്റെ അർത്ഥം കൃപ, സഫീറ പേരിൻ്റെ അർത്ഥം സൗന്ദര്യം. പക്ഷെ ഇവരുടെ 2 പേരുടെയും പേരിൻ്റെ ഭംഗിയൊന്നും, പേരിൻ്റെ അർത്ഥം ജീവിതത്തിലില്ല. എന്നെ കേൾക്കുന്ന മാന്യ കുടുംബത്തിൻ്റെ ശ്രദ്ധയ്ക്ക്, ദൈവമക്കളുടെ ശ്രദ്ധയ്ക്ക്, നമ്മുടെ ജീവിതത്തിന് ദൈവമിട്ടിരിക്കുന്ന പേരുണ്ട്. ഇപ്പം എൻ്റെ പേര് ദീപു, ഇപ്പം നിങ്ങളുടെ പേര് XY എന്തോ ആയിരിക്കാം. പക്ഷേ ദൈവം എൻ്റെ പേരിനൊരു വില കൽപ്പിക്കുന്നുണ്ട്. ദൈവം നിങ്ങളെന്ന വ്യക്തിക്ക് ഒരു വില കൽപ്പിക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഒരു വ്യക്തിയുടെ മൂല്യം വർദ്ധിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അത് അവൻ വളരെ ചിട്ടയോടും പരമാർത്ഥതയോടും കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവിക്കുന്നു എന്ന് ദൈവം കാണുമ്പോഴാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ. എന്നാൽ അനന്യാസ് എന്ന് പേരുള്ള ഒരു പുരുഷൻ തൻ്റെ ഭാര്യയായ സഫീറയോട് കൂടെ ഒരു നിലം
വിറ്റു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ തന്നെ 4-ാമത്തെ അധ്യായം അതിൻ്റെ 32-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നത്: വിശ്വസിച്ചവരുടെ കൂട്ടമെല്ലാം ഏക മനസ്സും ഏക ഹൃദയവും ഉള്ളവരായിരുന്നു. അപ്പം അവരുടെ കൂട്ടത്തിൻ്റെ പ്രത്യേകത ഏക മനസ്സ്, ഏക ഹൃദയം. ഇവിടെ അനന്യാസിൻ്റെയും സഫീറയുടെയും ഹൃദയവും മനസ്സും ഈ സമയത്തിൽ വ്യത്യാസം വരികയാണ്. ഞാനിനി ഇതിനെ കോർത്തിണക്കി, ചില വചനങ്ങളുമായി കോർത്തിണക്കി സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി കിട്ടും എന്താണ് ഇന്നത്തെ സബ്ജക്റ്റ് എന്നുള്ളത്. താഴേക്ക് വായിക്കുമ്പോൾ നോക്കിക്കേ, 34-ാമത്തെ വാക്യം, അതിൻ്റെ 34-ാമത്തെ വാക്യം, അപ്പോസ്തല പ്രവൃത്തി 4:34. മുട്ടുള്ളവനാരും അവരിൽ ഉണ്ടായിരുന്നില്ല. നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥരായവരൊക്കെയും അവയെ വിറ്റ് വില കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കും. പിന്നെ ഓരോരുത്തന് അവനവൻ്റെ ആവശ്യം പോലെ വിഭാഗിച്ചു കൊടുക്കും. അവരെല്ലാം പൊതുവായി എണ്ണിയിരുന്നു എന്നാണ് 4-ാമത്തെ അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഏക മനസ്സുള്ളവരുടെ കൂട്ടത്തിൽ നിന്ന് ഏക ഹൃദയമുള്ളവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരുമയുള്ളവരുടെ കൂട്ടത്തിൽ നിന്ന് സാത്താൻ അനന്യാസിനെയും സഫീറയെയും പുറത്തെടുക്കുകയാണ്. വളരെ സമാധാനത്തോടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന കുടുംബത്തിൽ നിന്ന് ഒരു മനസ്സും ഒരേ ചിന്തയും ഒരേ ഇഷ്ടത്തോടുകൂടെയും ജീവിച്ചു കൊണ്ടിരിക്കുന്ന കുടുംബത്തിനകത്തേക്ക് സാത്താൻ പ്രവേശിച്ചു കഴിയുമ്പോൾ അതിനകത്ത് വ്യത്യസ്ത സ്വഭാവങ്ങളുള്ളവരായി, വ്യത്യസ്ത മനസ്സുള്ളവരായി, വ്യത്യസ്ത ഇഷ്ടങ്ങളുള്ളവരായി മാറുന്ന ഒരവസ്ഥയിൽ ഇന്നാരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ എന്ത് സമാധാനത്തോടെ കഴിഞ്ഞൊരു കുടുംബമായിരുന്നു. എന്നാൽ സാത്താൻ വീടിനകത്തേക്ക് കയറിയപ്പോൾ ഇഷ്ടങ്ങൾക്ക് വ്യത്യാസം വന്നു, മനസ്സിന് വ്യത്യാസം, ചിന്തകൾക്ക് വ്യത്യാസം, സ്വഭാവത്തിന് വ്യത്യാസം. എത്ര സന്തോഷത്തോടെ ജീവിച്ച ദമ്പതിമാരായിരുന്നു. ഒരുവന്റെ ഹൃദയത്തെ സാത്താൻ കൈവശപ്പെടുത്തിയപ്പോൾ ആ കുടുംബത്തിനകത്ത് പിന്നെ ഛിദ്രതയുണ്ടാകുന്നു, ഭിന്നതയുണ്ടാകുന്നു. അവൻ എത്ര സന്തോഷത്തോടു കൂടി ഒരു ആത്മീയ ജീവിതമായിരുന്നു. ആ ഹൃദയത്തിനകത്ത് ദൈവത്തിന് മാത്രം സ്ഥാനമുണ്ടായിരുന്ന സമയം, ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് മാത്രം സ്ഥാനമുണ്ടായിരുന്ന സമയം, ജീവിതത്തിൽ അഭിഷേകത്തിന് മുൻതൂക്കം കൊടുത്തിരുന്ന സമയം, 1-ാം സ്ഥാനം കൊടുത്തിരുന്ന സമയം. എന്നാൽ സാത്താൻ അതിനകത്തേക്ക് പ്രവേശിച്ചപ്പോൾ, കൈവശമാക്കിയപ്പോൾ നിനക്ക് തന്നെ നിന്നെ നിയന്ത്രിക്കാൻ കഴിയാതെ പലതിലേക്കും സാത്താൻ ചൂണ്ടിക്കാണിക്കുന്നിടത്തേക്കെല്ലാം ആമേൻ ഒരു ടയർ ഉരുട്ടി വിടുന്നത് പോലെ ലക്ഷ്യബോധം തെറ്റി എവിടെയോ പോയി ഇടിച്ചു നിൽക്കുന്ന പോലത്തെ അവസ്ഥകളിൽ ആയിപ്പോയില്ലേ? എന്താ അർത്ഥം? സാത്താൻ ഞാൻ പോലും അറിയാതെ എന്നെ കയ്യിലെടുക്കുന്നു. ദൈവത്തിന് മാത്രം സ്വന്തമായിരുന്ന എൻ്റെ ഹൃദയത്തെ സാത്താൻ കയ്യിലെടുത്തിരിക്കുന്നു. ദൈവം മാത്രം നിയന്ത്രിച്ചിരുന്ന എന്നെ സാത്താൻ നിയന്ത്രിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എവിടെയാണ് വീണുപോയത്? എവിടെയാണ് കുറഞ്ഞുപോയത്? എവിടെയാണ് പെട്ടുപോയത്? കണ്ടുണരുവാൻ ദൈവാത്മാവ് ചിലരോട് ആലോചന പറയുകയാണ്. അപ്പോസ്തലൻ ചോദിച്ച ചോദ്യത്തിന്റെ ആഴം അത്ര ശക്തമായിരുന്നു. കാരണം അപ്പോസ്തലന്മാർ വിവേചന വരത്തിനകത്തും അവർ ദൈവം നിറച്ചിരുന്നു. ദൈവം അവരെ നിറച്ചിരുന്നു. വിവേചന വരത്തിനകത്ത് ദൈവം നിറച്ചിരുന്നു. സുഹൃത്തേ, ജീവിതത്തിൽ സാത്താൻ ഹൃദയം കൈവശമാക്കുന്നത് വേഗത്തിലല്ല, സാവധാനമാണ്. സാത്താൻ ഒരു വ്യക്തിയിലേക്ക് പ്രവേശിക്കുന്നത് വേഗതയിലല്ല, സാവധാനമാണ്. പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നും തന്നെ വേഗത്തിൽ സംഭവിക്കുന്നതല്ല. വർഷങ്ങൾ അതിനുവേണ്ടി സാത്താൻ പരിശ്രമിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ കൊണ്ട് ആ തെറ്റ് ചെയ്യിക്കാൻ അവൻ പല വട്ടം പദ്ധതിയിട്ട് പരാജയപ്പെട്ടാലും അവൻ പിന്മാറാതെ കൂടെ കൂടുന്നത് കൊണ്ടാണ് ചില തെറ്റുകൾ മനുഷ്യൻ ചെയ്തു പോകുന്നത്. പെട്ടെന്നുണ്ടാകുന്നതല്ല ഒന്നും. മോഷണം അത് പെട്ടെന്ന് ചെയ്യുന്നൊരു പ്രവൃത്തിയല്ല. നാളുകൾ മനസ്സിനകത്ത് അങ്ങനെ ഒരു ചിന്ത വന്ന് അവസാനം സാത്താൻ അത് ചിന്തിച്ചവനെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു പ്രവൃത്തിയാണ് മോഷണം. നുണ പറയുക അത് സ്വാഭാവികമല്ലേ എന്ന് ചിന്തിച്ച് താൽക്കാലിക രക്ഷയ്ക്ക് വേണ്ടി, താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഒരു തെറ്റ് പറഞ്ഞ് 2 തെറ്റ് പറഞ്ഞ്
ക്രമേണ 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 വലിയ നുണകൾ പറയാൻ, എന്തും ചെയ്തിട്ട് വലിയ നുണകൾ പറയത്തക്ക നിലയിൽ പ്രാപ്തനാക്കി എടുക്കുകയാണ് സാത്താൻ ഒരു വ്യക്തിയെ. പാപം, ദോഷപ്രവൃത്തികൾ, അശുദ്ധമായ കർമ്മങ്ങൾ, ദുഷ്ടത, നീചപ്രവൃത്തികൾ, കണ്ടുകൂടാത്തത്, കേട്ടുകൂടാത്തത്, ചെയ്തുകൂടാത്തത്, തൊട്ടുകൂടാത്തത്, ഇടപെട്ടുകൂടാത്തത് ആയിട്ടുള്ളതിലെല്ലാം ഒരു വ്യക്തി പെട്ടുപോകുന്നതിൻ്റെ കാരണം വേഗതയിൽ സംഭവിക്കുന്നതല്ല, പെട്ടെന്ന് സംഭവിക്കുന്നതല്ല. ക്രമേണ 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 സാത്താൻ അവനെ മുട്ടി 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 അവൻ്റെ ചിന്തകളും സാത്താൻ്റെ ചിന്തകളും ഒന്നാക്കിയെടുത്ത് അവനിലൂടെ അത് ചെയ്യിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ പത്രോസ് ചോദിച്ചൊരു ചോദ്യം ഇതാണ്. ഓ ദേ നോക്കിയേ. അപ്പോൾ പത്രോസ്, അനന്യാസേ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിൻ്റെ വിലയിൽ കുറെ എടുത്തു വയ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? എന്ത്? അതൊരു ചോദ്യമാണത്. നിന്റെ ഹൃദയം കൈവശമാക്കിയത് കൊണ്ടല്ലേ നിന്റെ ധനം സാത്താൻ കൈവശമാക്കിയത്? നിന്റെ ഹൃദയം കൈവശമാക്കിയത് കൊണ്ടല്ലേ നിന്റെ ഭാര്യയെ സാത്താൻ കൈവശമാക്കിയത്? നിന്റെ ഹൃദയം കൈവശമാക്കിയത് കൊണ്ടല്ലേ നിന്റെ ചിന്ത സാത്താൻ കൈവശമാക്കിയത്? നിന്റെ ഹൃദയം കൈവശമാക്കിയത് കൊണ്ടല്ലേ നിന്റെ ഭക്തി സാത്താൻ കൈവശമാക്കിയത്? നിന്റെ ഹൃദയം കൈവശമാക്കിയത് കൊണ്ടല്ലേ അനന്യാസേ നിന്റെ ഈ കൂട്ടായ്മയിലുള്ള വിശ്വസ്തത സാത്താൻ കൈവശമാക്കിയത്? നിന്റെ ഹൃദയം കൈവശമാക്കിയത് കൊണ്ടല്ലേ നിന്റെ ഏക മനസ്സിനെ സാത്താൻ കൈവശമാക്കിയത്? നിന്റെ ഹൃദയം കൈവശമാക്കിയത് കൊണ്ടല്ലേ നിന്റെ പ്രാർത്ഥന, നിന്റെ വിശുദ്ധി, നിന്റെ ഞങ്ങളുമായിട്ടുള്ള വിശ്വസ്തത, നിന്റെ തീരുമാനം, ഇതെല്ലാം സാത്താൻ കൈവശമാക്കിയത്? ഇതാണ് പത്രോസ് ചോദിച്ച ചോദ്യം. സഹോദര, ഒരിക്കലും നമുക്ക് സാത്താനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. നമ്മൾ അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ സാത്താൻ പ്രവർത്തിക്കുകയില്ല. അത് ഭയങ്കരമായിട്ടുള്ളൊരു സത്യമാണ്. കാരണം പ്രവർത്തിക്കണമായിരുന്നെങ്കിൽ യേശുവിൻ്റെ ജീവിതത്തിൽ സാത്താന് പ്രവർത്തിക്കാൻ ഒത്തിരി അനുഭവങ്ങൾ, ഒത്തിരി സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ യേശു അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്തു എന്നുള്ളത് ഇന്ന് ചെറുപ്പക്കാർ മുതൽ വയസ്സ് ചെന്നവർ വരെ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ അനുവദിക്കാതെ, ഒരു വ്യക്തി അനുവദിക്കാതെ, ആ വ്യക്തിയുടെ മനസ്സോ, ആ വ്യക്തിയുടെ ചിന്തയോ, ആ വ്യക്തിയുടെ വികാരങ്ങളോ, ആ വ്യക്തിയുടെ ജീവിതമോ സാത്താൻ അവകാശമാക്കുന്നില്ല. ഒരു വ്യക്തി ഞാൻ എന്ന വ്യക്തി അനുവദിക്കാതെ എൻ്റെ ബുദ്ധിയോ, എൻ്റെ ചിന്തയോ, എൻ്റെ കണ്ണുകളോ, എൻ്റെ മനസ്സോ, എൻ്റെ ഹൃദയമോ സാത്താൻ അവകാശമാക്കുന്നില്ല. ഇവിടെ സകലരും എല്ലാ നിലവും വിറ്റ് അതുപോലെ ഒരു രൂപ പോലും എടുക്കാതെ അപ്പോസ്തലന്മാരുടെ കാൽ കീഴിൽ കൊണ്ടുവയ്ക്കുകയും അപ്പോസ്തലന്മാർ അതിനെ എടുത്ത് ആവശ്യക്കാർക്ക് വീതിച്ചു കൊടുക്കുകയും എല്ലാവരും സന്തോഷത്തോടും തൃപ്തിയോടും പരിശുദ്ധാത്മ നിറവോടും കൂടെ ജീവിക്കുന്ന ഈ സമയമാണ് സാത്താൻ അതിനകത്ത് കയറുന്നത്. സഫീറയിലൂടെ, അനന്യാസിലൂടെ. ഓ ഹല്ലേലൂയ! അവരുടെ ജീവിതത്തിന്റെ തകർച്ച അവിടെ ആരംഭിക്കുകയാണ്. അതെ, വചനം പറയുന്നു നോക്കി. കർത്താവിന് കൊടുക്കുമ്പോൾ അതെങ്ങനെ ആയിരിക്കണമെന്ന് നോക്കി. ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറേ എടുത്തു വെച്ച് ഒരംശം കൊണ്ട് കർത്താവിന്റെ നാമത്തിൽ കൊടുത്തു. ലുക്ക് അറ്റ് ദിസ്. ഈ പ്രവൃത്തി ഒരു ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഡേഞ്ചർ ആക്ടിവിറ്റിയാണിത്. കുറേ എടുത്തു മാറ്റി വയ്ക്കും. മോനെ, ഒത്തിരി സമ്പാദിക്കാം, കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി എന്തേലുമൊക്കെ ഒരംശം കൊടുക്കാം. സമ്പാദിക്കുന്നത് തെറ്റല്ല, പക്ഷേ ദൈവത്തിന് അർഹമായത് നിങ്ങൾ ദൈവനാമത്തിന് വേണ്ടി ചെയ്യണം. എന്താണെന്ന് ചോദിച്ചാൽ, ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറേ മാറ്റിവെക്കും. ഒത്തിരിയും ചെയ്യാൻ പറ്റുമെങ്കിലും, ഒത്തിരിയും കാര്യങ്ങൾ ചെയ്യാൻ ഈ അനന്യാസിനും സഫീറയ്ക്കും പറ്റുമെങ്കിലും അവരവിടെ സ്വാർത്ഥ
സ്വാർത്ഥരായി പുറകിലേക്ക് തിരിഞ്ഞ് മറ്റെന്തൊക്കെയോ കാര്യത്തിലേക്ക് അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കുറേ അംശം മാറ്റിവെച്ച് ഒരംശം പരിശുദ്ധാത്മാവിനെ പറ്റിക്കാൻ വേണ്ടി, അപ്പോസ്തലന്മാരെ പറ്റിക്കാൻ വേണ്ടി, അപ്പോസ്തലൻ പിണങ്ങാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗം ഇവിടെ ഞാൻ അങ്ങ് വിടുകയാണ്. പക്ഷെ അവർ കൂട്ടിവെച്ചത് എന്തിയെ? അവർ വീട്ടിൽ അലമാരയ്ക്കകത്ത് പൂട്ടിവെച്ചത് എന്തിയെ? അവർ കരുതി വെച്ചത് എന്തിയെ? അനന്യാസ് അവസാനം കണ്ട ആ കൂട്ടിവെച്ച തുക പിന്നെ അവന് വീട്ടിൽ പോയി മടങ്ങി കാണാൻ പറ്റിയില്ല. കാരണം അപ്പോസ്തലന് പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്തി കൊടുത്തപ്പോ ആ സെക്കൻഡിൽ അവിടെ വീണ് പ്രാണനെ വിട്ടു. സഫീറ അതൊക്കെ കെട്ടിപ്പൊതിഞ്ഞു വെച്ച് 2 ലോക്കും ഒക്കെ പൂട്ടി താക്കോലും അരയിൽ ചുരുങ്ങി അപ്പോസ്തലന്റെ അടുത്തേക്ക് വന്നപ്പോ പരിശുദ്ധാത്മാവ് സഫീറയെ കുറിച്ചും വെളിപ്പെടുത്തി. അവിടെ ഭർത്താവിന്റെ അതേ ആമേൻ വീണ് പ്രാണനെ വിട്ടെടുത്ത് തന്നെ താനും അവിടെ വീണ് പ്രാണനെ വിട്ടു. അവൾക്കും മടങ്ങിപ്പോയി കൂട്ടിവെച്ചതിനെ അനുഭവിക്കാൻ കഴിഞ്ഞില്ല. നമ്മളൊക്കെ എന്തൊക്കെയോ വലിയ പ്ലാനിങ് ദൈവത്തെ കൂട്ടാതെ നമ്മൾ കൂട്ടിവെക്കുന്നുണ്ട്. എന്തോ ഭയങ്കര മാസ്റ്റർ പ്ലാൻ, എന്തോ ഭയങ്കര സേവിങ്സ് നമ്മളൊക്കെ ചെയ്യുന്നു. തെറ്റല്ല, ഒരിക്കലും തെറ്റല്ല. പക്ഷേ ദൈവത്തെ മറന്നുകൊണ്ടുള്ള പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചുകൊണ്ടുള്ള, പരിശുദ്ധാത്മാവിനോട് സ്വാർത്ഥത കാണിച്ചുകൊണ്ടുള്ള ഒരു കൂട്ടിവെക്കലുകളും ഒരു പൂഴ്ത്തിവെക്കലുകളും ഒരു മനുഷ്യനും പ്രയോജനം ചെയ്യുന്നതല്ല എന്ന് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം തന്നെ 5:9 നോക്കുമ്പോൾ, 5-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിലേക്ക് നോക്കുമ്പോൾ പത്രോസ് അവളോട്, കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തത് എന്ത്? 2-ാമത്തെ ചോദ്യം. കുഞ്ഞെ, സാത്താൻ ഒരു വ്യക്തിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ നിന്റെ വികാര മണ്ഡലങ്ങളെ പിശാചി കയ്യിലെടുക്കും. നീ ഒരു ഭയങ്കര ഗ്രീഡിയായി മാറും, ഭയങ്കരമായിട്ട് ആർത്തിയുള്ളൊരു വ്യക്തിയായി മാറും. സാമ്പത്തിക കാര്യങ്ങളിൽ നിന്റെ കണ്ണ് മഞ്ഞളിക്കും, നിനക്ക് ഭയങ്കരമായിട്ടുള്ള കൊതിയുണ്ടാകും. എന്തൊക്കെയോ എത്ര കിട്ടിയാലും പോരാ എന്നൊരു തോന്നലുണ്ടാകും. നിങ്ങൾക്ക് ജഡികമായിട്ടുള്ള താല്പര്യങ്ങളുണ്ടാകും. ദൈവികമായ കാര്യങ്ങൾക്കകത്ത് നിങ്ങൾക്ക് ശുഷ്കാന്തി കുറയും. ആത്മീയ ജീവിതത്തിന് 3-ാം സ്ഥാനവും 4-ാം സ്ഥാനത്തിലേക്കും നമ്മൾ അതിനെ നീക്കിവെക്കും. സാത്താൻ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു എന്നുള്ളതിന്റെ തെളിവാണത്. 2, കർത്താവിന്റെ ആത്മാവിനെ തന്നെ വഞ്ചിക്കാൻ നിങ്ങളുടെ ഉള്ളത്തിൽ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഉള്ളത്തിൽ പ്രവർത്തിക്കുന്ന ദുരാത്മാവ് തയ്യാറാകും. ആദ്യം എന്താ പത്രോസ് ചോദിച്ചത്? നീ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ച് എന്തിന്? സാത്താൻ ഒരു വ്യക്തിയുടെ ഹൃദയം കൈവശമാക്കിയാൽ അവനെ കൊണ്ട് പരിശുദ്ധാത്മാവിന് നേരെ വ്യാജം ചെയ്യിക്കും, വ്യാജം പറയിക്കും. 2, സാത്താൻ ഒരു വ്യക്തിയുടെ ഹൃദയം കൈവശമാക്കിയാൽ, 2-ാമത്തെ ചോദ്യം, നിങ്ങൾ കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ പറഞ്ഞൊത്തത് എന്ത്? അപ്പൊ കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിക്കും. ദൈവത്തിന് സ്തോത്രം. കളി നമുക്ക് ആരോടുമാകാം, പക്ഷെ ദൈവത്തോട് നമുക്ക് ആർക്കും കളിക്കാൻ പറ്റത്തില്ല. കളി നമുക്ക് ആരോടുമാകാം, പക്ഷെ ദൈവ കൃപയോടുകൂടെ നമുക്ക് കളിക്കാൻ ഒക്കത്തില്ല. നമുക്ക് ആരെയും പറ്റിക്കാം, നമുക്ക് ജയിക്കാം എന്നൊക്കെ തോന്നും, പക്ഷേ ദൈവത്തോട് കളിക്കാനോ ദൈവത്തെ പറ്റിക്കാനോ കഴിയത്തില്ല. അവന്റെ കണ്ണഗ്നി ജ്വാലയ്ക്കൊത്തുള്ള കണ്ണ്, അവൻ മുഴുവൻ ലോകത്തെയും വീക്ഷിക്കുന്ന ദൈവം. ഇസ്രായേലിന്റെ പരിശുദ്ധൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുമ്പോൾ, ഇന്ന് ഈ സമയം ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഹൃദയം സാത്താൻ കൈവശമാക്കിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക. സമ്പത്തിനോടുള്ള സ്നേഹത്തെ വെടിയുക, വസ്തുവകകളോടുള്ള സ്നേഹത്തെ വെടിയുക. എത്ര കിട്ടിയാലും, എത്ര വാങ്ങിയാലും, എത്ര സമ്പാദിച്ചാലും, എത്ര നേടിയാലും എല്ലാം എനിക്ക് എന്നുള്ള സ്വാർത്ഥത വെടിയുക. അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ സ്വാർത്ഥത ഇല്ലായിരുന്നു. എന്നാൽ അതിനകത്തുനിന്ന് 2 എണ്ണത്തിനെ പിശാചി ഇരയിട്ട് പുറത്തെടുക്കുകയാണ്. നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങൾ വളരെ വളരെ താല്പര്യത്തോടെ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. 13-ാമത്തെ അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. നോക്കിയേ, അത്താഴമായപ്പോൾ പിശാച് ശീമോന്റെ മകനായ യൂദാ ഇസ്കരിയോത്താവിന്റെ ഹൃദയത്തിൽ അവനെ കാണിച്ചു കൊടുപ്പാൻ തോന്നിച്ചിരുന്നു. തോന്നലുകൾ. ദൈവത്തിന്റെ ആത്മാവ് ഉള്ളത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാലും വേണ്ട എന്നുള്ളൊരു തോന്നലുകൾ നമുക്ക് തോന്നുന്നു. അത് നമ്മുടെ ചിന്തയാണ്, നമ്മുടെ ചിന്തയല്ല, അത് പിശാചിന്റെ തോന്നിക്കലുകളാണ്.
ദൈവത്തിൻ്റെ ആത്മാവ് എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പറഞ്ഞാൽ, ഒരു നന്മ ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറഞ്ഞാൽ, ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ, ഒരു വ്യക്തിയെ പോയി കാണാൻ പറഞ്ഞാൽ, ഒരു വ്യക്തിയെ നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞ, സ്തോത്രം, പിന്നെ ആട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്നത് അത് നമ്മുടെ വയ്യായികയല്ല, നമ്മുടെ മേലാഴികയല്ല, നമ്മുടെ ബുദ്ധിമുട്ടല്ല, അത് സാത്താൻ ഉള്ളത്തിൽ കൊണ്ടുവരുന്ന തോന്നലാണ്. നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ അത്താഴം കഴിച്ചിരിക്കും, അത്താഴമായിരിക്കുന്ന സമയം, അത്താഴമായപ്പോൾ പിശാച് ശീമോന്റെ മകനായ യൂദ ഇസ്കരിയോത്താവിന്റെ ഹൃദയത്തിൽ അവനെ കാണിച്ചു കൊടുപ്പാൻ തോന്നിച്ചിരുന്നു. വീട്ടിൽ വഴക്കുണ്ടാക്കണമെന്നുള്ളത് സാത്താന്റെ തോന്നലാ. ഒരു വ്യക്തിയെ കുറ്റപ്പെടുത്തണമെന്നുള്ളത് എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് തൃപ്തി വരാത്ത നിലയിൽ വീണ്ടും വീണ്ടും പണ്ടിരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ വഴക്കുണ്ടാക്കണമെന്ന് തോന്നുന്നത് പിശാച് തോന്നിക്കുന്ന തോന്നലാ. ഒരു വ്യക്തിയുടെ ബലഹീനതയെ ചൂഷണം ചെയ്യുന്നത് സാത്താൻ തോന്നിക്കുന്ന തോന്നലാ. ഞാൻ എന്തോ നീതിമാനും സെയിന്റ് ആയിട്ടല്ല, സാത്താൻ ഉള്ളത്തിൽ കൊണ്ടുവരുന്ന തോന്നല. ഗ്ലോറി ടു ജീസസ്. വ്യത്യാസം വരണം. സാത്താൻ ഹൃദയം കൈവശമാക്കിയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തണം. എത്ര കൃപയുണ്ടെങ്കിലും, എത്ര ശുശ്രൂഷയുണ്ടെങ്കിലും, എത്ര ആഗ്രഹം ഉണ്ടെങ്കിലും, എത്ര പ്രാർത്ഥന ഉണ്ടെങ്കിലും, സാത്താൻ ഒരു സെക്കൻഡ് മതി ഒരു വ്യക്തിയെ കയ്യിലാക്കാൻ. ഹല്ലേലൂയ. അതിനകത്തുനിന്നൊക്കെ ഒഴിഞ്ഞു മാറുക എന്നൊക്കെ ഉള്ളതൊരു ഭയങ്കര ദൈവകൃപയും ഭയങ്കര ഒരു ദൈവിക സംരക്ഷണം തന്നെ അങ്ങനെ ഒരു വ്യക്തിക്ക് ആവശ്യമാണ്. വചനം പറഞ്ഞാണ്ടോ, സ്തോത്രം, ശീമോന്റെ മകനായ യൂദ ഇസ്കരിയോത്താവിന്റെ ഹൃദയത്തിൽ തോന്നിച്ചിരുന്നു. ഇവനും ഈ ഇസ്കരിയോത്ത യൂദായിക്കും പണത്തിനോട് ഭയങ്കര കൊതിയായിരുന്നു, ഭയങ്കര പണക്കൊതിയായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ കൂടെ ജീവിച്ച കാലഘട്ടത്തിൽ അപ്പത്തിന് കുറവ് വന്നിട്ടോ വെള്ളത്തിന് മുട്ട് വന്നിട്ടോ ഒന്നും അല്ല, പക്ഷേ അവൻ്റെ ഹൃദയം സാത്താൻ കൈവശമാക്കി എന്ന് പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം തന്നെ 13:27 വരുമ്പോൾ, ഖണ്ഡം വാങ്ങിയ ഉടനെ അപ്പക്കണ്ടത്തെ കുറിച്ച് പറഞ്ഞു. ഖണ്ഡം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു. യേശു അവനോട്, നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു. 29 വാക്യം നോക്കുമ്പോൾ, പണസഞ്ചി യൂദായുടെ പക്കലാകയാൽ പെരുന്നാളിൽ വേണ്ടത് മേടിപ്പാനോ ദരിദ്രർക്ക് വല്ലതും കൊടുപ്പാനോ യേശു അവനോട് കൽപ്പിക്കുന്നു എന്ന് ചിലർക്ക് തോന്നി. കണ്ടോ, പണസഞ്ചി പോലും കയ്യിൽ പിടിച്ചിരുന്ന യൂദായ്ക്ക് പണക്കൊതി മാറുന്നില്ല. ചിലരങ്ങനെ, എത്ര കിട്ടിയാലും മാറത്തില്ല, എത്ര സമ്പാദിച്ചാലും മുഴുക്കത്തില്ല, എത്ര കർത്താവ് കനിഞ്ഞനുഗ്രഹിച്ചാലും അവർക്ക് ദൈവകൃപയ്ക്കൊത്തവണ്ണം മൂവ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. ദൈവമക്കളെ, ഞാൻ ഇന്ന് ഈ സബ്ജക്റ്റ് എടുത്തതിൻ്റെ പിന്നിൽ എൻ്റെ പ്രാർത്ഥനയിൽ കർത്താവ് എനിക്ക് തന്ന ഒരു സബ്ജക്റ്റാണിത്. കുറച്ചുകൂടെ ഇതിനെ നമുക്കിതിനെ വളരെ ഡീപ്പായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ ശ്രദ്ധാപൂർവമാണ് ഞാൻ എൻ്റെ ഓരോ വാക്കുകളും ഉപയോഗിക്കുന്നത്. വളരെ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ എനിക്കതങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ടുകൂടാ എന്ന് നിർബന്ധം കൂടെ എനിക്കുള്ളിലുള്ളത് കൊണ്ട് ഞാനിതിനെ ഈ നിലയിൽ പറയുന്നു. എന്നാൽ ദൈവം ആരുടെയെങ്കിലുമൊക്കെ ഉള്ളത്തിൽ ഇതിൻ്റെ ആഴങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തുന്ന പക്ഷം നിങ്ങളത് ഗ്രഹിച്ചുകൊള്ളുക. ദൈവത്തിന് സ്തോത്രം. എന്തുകൊണ്ടാണ് ഒരു വ്യക്തിയെ ദൈവത്തിന് ഉയർത്താൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് ഒരു വ്യക്തിയെ ദൈവത്തിന് വളർത്താൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദുരിതങ്ങളും ദുഃഖങ്ങളും പൂർണ്ണമായ അളവിൽ മാറിപ്പോകാത്തത്? തീർച്ചയായിട്ടും ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട് എങ്കിലും സാത്താൻ അടിക്കടിയായി ജീവിതത്തിൽ കൊണ്ടുവരുന്ന പോരാട്ടങ്ങളും ദാരിദ്ര്യങ്ങളും ബുദ്ധിമുട്ടുകളും എന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചാൽ അതിൻ്റെ പിന്നിൽ സാത്താൻ കൈവശമാക്കിയ ഒരളവ്, നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരളവ് അവൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഇന്ന് നാം അത് തിരിച്ചു പിടിക്കാനുള്ള സമയമാണ്. 13-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യത്തിൽ ഖണ്ഡം വാങ്ങിയ ഉടനെ സാത്താൻ കടന്നു. അപ്പോൾ 13-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ തോന്നിച്ചു, 27-ാമത്തെ വാക്യത്തിൽ കടന്നു. ഓരോ തോന്നലുകളാണ് നിങ്ങളെ പല തെറ്റിലേക്കും കൊണ്ടെത്തിക്കുന്നത്. ചില തോന്നലുകളാണ് നിങ്ങളെ നന്മയിലും കൊണ്ടെത്തിക്കുന്നത്.
തോന്നലുകൾ ദൈവത്തിൽ നിന്നാണ്, സാത്താനിൽ നിന്നല്ല എന്ന് ഉറപ്പുവരുത്തണം. തോന്നലുകൾ ദൈവത്തിൽ നിന്നാണ്, സാത്താനിൽ നിന്നല്ല എന്ന് ഉറപ്പുവരുത്തണം. അത് ഓരോ ആത്മീയന്റെയും ചുമതലയാണ്. 2-ാമത്തെ അധ്യായത്തിൽ തോന്നിച്ചെങ്കിൽ 27-ാമത്തെ അധ്യായത്തിൽ കടന്നു എന്നാണ് വചനം പറയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 22-ാമത്തെ അധ്യായം, വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, എന്നാൽ 12 കൂട്ടത്തിൽ ഉള്ള ഇസ്കര്യോത്താ യൂദായിൽ സാത്താൻ കടന്നു എന്നാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. 12 പേരിൽ 11 പേരെയും സാത്താന് തൊടാൻ പറ്റുന്നില്ല. എന്നാൽ 12-ാമനാകുന്ന ഇസ്കര്യോത്താ യൂദായെ സാത്താൻ കൈവശപ്പെടുത്തിയതിൻ്റെ പിന്നിലെ കാരണം അതൊരു ഫസ്റ്റ് ഷോട്ടിലല്ല, ഒരുപാട് ദിവസങ്ങൾ കൊണ്ട് യൂദായെ സാത്താൻ അപ്രോച്ച് ചെയ്ത് ബ്രെയിൻ വാഷ് ചെയ്ത് ആ സാത്താനോട് യൂദായോട് സംസാരിച്ച് തോന്നിച്ച് സ്വപ്നം കാണിച്ച് ഇടപെട്ട് ആകെ പുള്ളിയെ ഒരു പരിവമാക്കി വെച്ചിട്ടാണ് ഒരു തോന്നലിലൂടെ സാത്താൻ കടന്നത്. നിന്റെ ജീവിതത്തിൽ സാത്താൻ കയറിയത് ഒരു സുപ്രഭാതത്തിലല്ല, പല ദിവസങ്ങൾ പല മുക്കിലും പല മൂലകളിലൂടെയും അവൻ നിങ്ങളുടെ വീടിനകത്തേക്ക് കടക്കാൻ, നിങ്ങളുടെ ഫാമിലിയിലേക്ക് കടക്കാൻ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടക്കാൻ, നിങ്ങളുടെ ലൈഫിനെ തകർക്കാൻ, നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിനെ തകർക്കാൻ, നിങ്ങളുടെ ഹോളിനെസ്സിനെ ബ്രേക്ക് ചെയ്യാൻ അവൻ പലവട്ടം ചിന്തകളിലൂടെയും ഓർമ്മകളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും തോന്നലുകളിലൂടെയും നിങ്ങളെ വല്ലാതെ പ്രഷർ ചെയ്യുന്നുണ്ടെങ്കിൽ, അവൻ നിങ്ങളെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നെങ്കിൽ, ഇന്ന് ദൈവം ആരോടൊക്കെയോ പറയുകയാണ്, നിന്നെ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ കരം കുറുകി പോയിട്ടില്ല, നിന്നെ കേൾക്കാൻ കഴിയാതെ വണ്ണം അവന്റെ കാത് മന്ദമായി പോയിട്ടില്ല. ഇപ്പോൾ ഒരു സഹായത്തിന് വേണ്ടി ദൈവത്തോട് നിലവിളിക്കുന്ന ചിലരുടെ ജീവിതത്തിലേക്ക് സാത്താനെ തുരത്തുന്ന ദൈവശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ നഷ്ടപ്പെട്ടു പോയോ കുഞ്ഞെ? സാത്താൻ ഇടപെട്ട് നിന്റെ ജീവിതത്തിന്റെ ഹോളിനെസ് നഷ്ടപ്പെട്ടു പോയോ കുഞ്ഞെ? നിന്റെ നല്ല ഹൃദയം നഷ്ടപ്പെട്ടു പോയോ? നിങ്ങളുടെ നല്ല പ്രാർത്ഥന ജീവിതം നഷ്ടപ്പെട്ടു പോയോ? ചിന്തകൾക്കകത്ത് സാത്താൻ കുഴച്ചു മറിക്കുന്നുണ്ടോ? സാത്താന്റെ കൈവേലയായി നിന്നെ മാറ്റുന്നുണ്ടോ? ഇപ്പോൾ ദൈവം പറയുന്നു, പുറത്തു വരിക. അവന്റെ സകല കെട്ടുകളും പൊട്ടി നീ പുറത്തു വരിക. ദൈവം നിന്നെ സഹായിപ്പാൻ ഈ സമയം നിന്റെ ചാരമുണ്ട്. വിശ്വസിക്കുന്ന ആരെങ്കിലുമൊക്കെ ഇതിനകത്തുണ്ടെങ്കിൽ ഒന്ന് പ്രതികരിച്ചു തുടങ്ങുക. വിശ്വസിക്കുന്ന ആരെങ്കിലുമൊക്കെ ഇതിനകത്തുണ്ടെങ്കിൽ ഒന്ന് ദൈവത്തോട് ഒന്ന് സംസാരിച്ചു തുടങ്ങിയേ. കർത്താവേ, എനിക്കും പുറത്തു വരണം. ദൈവത്തിന്റെ ഹൃദയത്തിനൊത്തവണ്ണം ചിന്തിക്കാൻ നിനക്ക് ആഗ്രഹമില്ലേ? ദൈവത്തിന്റെ മനസ്സിനൊത്തവണ്ണം പദ്ധതികൾ നിരൂപിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ദൈവത്തിന്റെ ഉള്ളമായി നിങ്ങളുടെ ഉള്ളം മാറണമെന്ന്, ദൈവത്തിന്റെ ശബ്ദമായി നിങ്ങളുടെ ശബ്ദം മാറണമെന്ന്, ദൈവത്തിന്റെ വാക്കായി നിങ്ങളുടെ വാക്ക് മാറണമെന്ന്, ദൈവത്തിന്റെ കരമായി നിങ്ങളുടെ കരം മാറണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? എന്നാൽ ഇന്ന് നിന്റെ ഉള്ളത്തിൽ തോന്നിക്കുന്ന ആമേൻ എന്റെ ജീവിതം തകർച്ചയിലേക്ക് പോകുമെന്ന്, എനിക്ക് കരകയറാൻ പറ്റത്തില്ലെന്ന്, എനിക്ക് സൗഖ്യമാകാൻ കഴിയത്തില്ലെന്ന് നിങ്ങളുടെ ഉള്ളത്തിൽ തോന്നലുകളായി ചിന്തകളായി ഓരോ ഓർമ്മകളായിട്ടൊക്കെ കിടക്കുന്ന സാത്താന്റെ സകല പദ്ധതികളും യേശുവിന്റെ നാമത്തിൽ ഈ സമയം പൊട്ടട്ടെ. വിടുതൽ നടന്നുകൊണ്ടിരിക്കുക. പല വീടുകൾക്കകത്തും വിടുതൽ നടന്നുകൊണ്ടിരിക്കുക. പത്രോസ് ചോദിച്ച ചോദ്യം ഇതാ, അനന്യാസേ, പരിശുദ്ധാത്മാവിനോട് നീ വ്യാജം കാണിച്ചത് എന്ത്? സഫീറേ, സാത്താൻ ദൈവത്തിന്റെ ആത്മാവിനോട് ദൈവത്തിന്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ പറഞ്ഞൊത്തത് എന്ത്? സാത്താനുമായി എന്തെങ്കിലുമൊക്കെ കോൺട്രാക്ട് ഉണ്ടെങ്കിൽ ബ്രേക്ക് ചെയ്യാൻ ദൈവാത്മാവ് പറയുന്നു. നീ സാത്താന്റെ ഇഷ്ടം ചെയ്തു കൊടുക്കുന്നവനാണോ? നീ ജഡത്തിന്റെ ഇഷ്ടം ചെയ്തു കൊടുക്കുന്നവനാണോ? നീ സാത്താന്റെ മോഹങ്ങളെ സാധ്യമാക്കി കൊടുക്കുന്നവനാണോ? നീ സാത്താന്റെ ഉപദേശങ്ങളെ സ്വീകരിക്കുന്നവനാണോ? ബ്രേക്ക് ആ കെട്ട് പൊട്ടി പുറത്തു വാ. ഓ, യേശുവിന്റെ നാമത്തിൽ നിന്നെ രക്ഷിക്കും ദൈവം. നീ എത്ര വലിയ പാപത്തിന്റെ അകത്താണെങ്കിലും, എത്ര വലിയ ചേറ്റിന്റെ അകത്താണെങ്കിലും നിന്നെ രക്ഷിക്കും ദൈവം. നിന്റെ തലമുറകളെ രക്ഷിക്കും ദൈവം. എത്ര അഡിക്ഷൻസിന്റെ അകത്താണെങ്കിലും ദൈവം നിന്നെ രക്ഷിക്കും. ആ കൈ നീട്ടുകയാ ദൈവം. തൊടുന്നുണ്ട് ഈ സമയം പലരെയും ഇതിനകത്ത് തൊടുന്നുണ്ട്. ഈ മീറ്റിങ്ങിനകത്ത് പലരെയും സ്വർഗം തൊടുന്നുണ്ട്. ദൈവം നിങ്ങളെ അവന്റെ കൂട്ടായ്മയിലേക്ക്, ആദിമസഭയിലെ ആദ്യത്തെ പാപമായത്, പക്ഷേ ആ കൂട്ടായ്മയിൽ ആദിമസഭയുടെ പാപമില്ലാത്ത അനുഭവത്തിലേക്ക് ദൈവം നിന്നെ കയറ്റാൻ പോവുക.
ആമേൻ. കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുക, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുക. ദൈവത്തിന് വേണ്ടി നീ ചുമല് കൊടുക്കുക, ദൈവ കാര്യങ്ങൾക്ക് വേണ്ടി ചുമല് കൊടുക്കുക. ദൈവം നിന്നെ മാനിക്കും, ദൈവം നിന്നെ മാനിക്കും. ഹല്ലേലൂയ, പ്രൈസ് ടു ജീസസ്. ചുമല് കൊടുക്കുക. സാത്താന്റെ ബുദ്ധിയും സാത്താന്റെ ചിന്തകളെല്ലാം ബ്രേക്ക് ചെയ്യുക. രക്തത്താൽ ജയമെടുക്കുന്നു. ആമേൻ. നന്മ കൊണ്ട് തിന്മയെ ജയിക്കുക, നന്മ കൊണ്ട് തിന്മയെ ജയിക്കുക, നന്മ കൊണ്ട് തിന്മയെ ജയിക്കുക. ആത്മാവിന്റെ ഇഷ്ടം നടക്കട്ടെ. പറയ, ആത്മാവിന്റെ ഇഷ്ടം നടക്കട്ടെ, ദൈവാത്മാവിന്റെ ഇഷ്ടം നടക്കട്ടെ. ശത്രുവിന്റെ ഇഷ്ടം പൊളിയട്ടെ, ശത്രുവിന്റെ ഇഷ്ടം പൊളിയട്ടെ, ശത്രുവിന്റെ ഇഷ്ടം പൊളിയട്ടെ. ഈ സമയം സാത്താൻ വീടിനകത്ത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചേ, ദൈവത്തിന്റെ ആത്മാവ് നിന്റെ വീട് ശുദ്ധീകരിക്കട്ടെ. സാത്താൻ നിന്റെ ഭർത്താവിന്റെ ഉള്ളത്തിൽ കടക്കുന്നുണ്ടോ? അടിക്കടി കടക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കുക. നിന്റെ ഭർത്താവിന്റെ ഹൃദയം ദൈവത്താൽ സീലിയപ്പെടും. യേശുവിന്റെ നാമത്താൽ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ നടന്നുകൊണ്ടിരിക്കുക പല ഹൃദയങ്ങൾക്കകത്ത്. പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനത്തിലേക്കും കൂടെ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിലേക്ക് നോക്കിക്കേ. തീർച്ചയ്ക്ക് പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം, 5-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിലേക്ക് നോക്കിയേ. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. ബി സോബർ മൈൻഡഡ്, ബി വാച്ച്ഫുൾ. യുവർ അഡ്വേഴ്സറി ദി ഡെവിൾ prowls around like a roaring lion seeking someone to devour. ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞ് സാത്താൻ അലറി നടക്കുമ്പോൾ നീ കണ്ണും പൂട്ടി ഓടുകയല്ല, നീ കണ്ണും പൂട്ടി ഇരിക്കുകയുമല്ല, നീ സുഖമായി കിടന്നുറങ്ങുകയുമല്ല. നീ സമയം കിട്ടുമെങ്കിൽ പ്രാർത്ഥിക്കാം, സമയം കിട്ടുമെങ്കിൽ മെസ്സേജ് കേൾക്കാം, സമയം കിട്ടുമെങ്കിൽ ഉപവസിക്കാം, സാഹചര്യങ്ങളെല്ലാം ഒക്കുമെങ്കിൽ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അതല്ല ദൈവം ആവശ്യപ്പെടുന്നത്. വചനം പറയുന്നു, ബി സോബർ മൈൻഡഡ്, ബി വാച്ച്ഫുൾ. ബി സോബർ മൈൻഡഡ്, ബി വാച്ച്ഫുൾ. ഉണർന്നിരിപ്പീൻ. അതുപോലെ തന്നെ നിരീക്ഷണപാഠമുള്ളവനായിരിപ്പീൻ. നിരീക്ഷണപാഠവും വേണം, നോക്കണം, സൂക്ഷ്മതയോടെ നോക്കണം. സാത്താൻ ഏത് വഴിയാണ് കയറുന്നതെന്ന് സൂക്ഷ്മതയോടെ നോക്കണം. ആമേൻ, ആമേൻ. ഉണർന്നിരിപ്പിൻ, നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച്, കുഞ്ഞെ, നിന്റെ പ്രതിയോഗി നീ പേരിട്ട് വിളിക്കുന്ന വ്യക്തിയല്ല. നിന്റെ പ്രതിയോഗി സാത്താനാണ്. നിന്റെ പ്രതിയോഗിയായ സാത്താനാണ് നീ പേരിട്ട് വിളിക്കുന്ന പലരെയും കയ്യിലെടുക്കുന്നത്. പക്ഷേ ഇന്നു മുതൽ അതിനകത്തുനിന്ന് പരിശുദ്ധാത്മാവ് ഒരു വിടുതൽ തരാൻ ആഗ്രഹിക്കുകയാണ്. സുഹൃത്തെ, ദൈവം ഒരു വിടുതൽ തരാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കാത്തൊരു ഹൃദയം എനിക്ക് വേണം. ദൈവത്തിന്റെ ആത്മാവിനെ പരീക്ഷിക്കാത്ത ഒരു മനസ്സ് എനിക്ക് വേണം. ദൈവം അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരുവന്റെ ഹൃദയം സാത്താൻ കൈവശമാക്കിയ അവനെ കൊണ്ട് സാത്താന്റെ സകല ഇഷ്ടവും സാത്താൻ ചെയ്യിക്കും. ഒരുവന്റെ നാവ് സാത്താൻ കൈക്കലാക്കിയാൽ അവനെ കൊണ്ട് സകല വേണ്ടാധീനവും പറയിക്കും. ഒരുവന്റെ കണ്ണ് സാത്താൻ കൈക്കലാക്കിയാൽ അവനെ കൊണ്ട് നോക്കാൻ പാടില്ലാത്തടത്ത് മുഴുവനും സാത്താൻ നോക്കിക്കും. ഒരുവന്റെ ഹൃദയം സാത്താൻ കൈവശമാക്കിയാൽ, ഞാൻ ഈ പറഞ്ഞതുൾപ്പെടെയും പറയാത്തതും എല്ലാം സാത്താൻ അവനെ കൊണ്ട് ചെയ്യിച്ച് അവനെ നരകത്തിന് പോലും എടുക്കാൻ കൊള്ളാത്തവനാക്കി തീർക്കും. കണ്ടിട്ടില്ലേ, ചില വ്യക്തികൾ മനുഷ്യനാണെങ്കിലും മൃഗത്തെക്കാൾ ദോഷ. എന്നാൽ നമ്മെ ദൈവാത്മാവ് അതിൽ നിന്ന് രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മെ അതിൽ നിന്ന് രക്ഷിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ, എന്നെ അങ്ങ് ആഗ്രഹിക്കുന്ന ഒരു പാത്രമാക്കി മാറ്റണം. ഈ സെക്കൻഡിൽ തന്നെ എന്നെ അങ്ങ് ആഗ്രഹിക്കുന്ന ഒരു പാത്രമാക്കി മാറ്റണം. എൻ്റെ ഹൃദയം സാത്താൻ കൈവശമാക്കി പോയിട്ടുണ്ടെങ്കിൽ, ഞാൻ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ ഹൃദയമോ എൻ്റെ മനസ്സോ സാത്താൻ കൈവശമാക്കിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഞാനത് തിരിച്ചു പിടിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഒന്ന് പറഞ്ഞേ,
ഇന്ന് ഞാനത് തിരിച്ചു പിടിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഓ റബ ഖറ്റബ ശംതലബ ഓ ഛാൽ മഹദൽ ഖമന ബൗഷസ്. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പലരെയും സഹായിപ്പാനായി ഇറങ്ങി വന്നിട്ടുണ്ട്. നിന്റെ ഹൃദയം സാത്താൻ കൈവശമാക്കരുത്, നിന്റെ മനസ്സ് കൈവശമാക്കരുത്, വിശ്വാസം കൈവശമാക്കരുത്, ശബ്ദം കൈവശമാക്കരുത്, ജീവിതം കൈവശമാക്കരുത്. ദൈവം ഇതിനകത്ത് പലരെയും രക്ഷിച്ചെടുത്തോണ്ടിരിക്കും. നിന്റെ കുടുംബത്തിനകത്ത് കയറിയ സാത്താനെ ദൈവാത്മാവ് പുറത്തിറക്കുകയാ. ദൈവം ശാസിക്കുന്നു. ദൈവം ചില കുടുംബത്തിലേക്ക് നോക്കി സാത്താനെ ശാസിക്കുന്നു. നിന്റെ സമാധാനം കെടുത്തുന്ന, നിങ്ങളുടെ ഐശ്വര്യം കെടുത്തുന്ന, നിങ്ങളുടെ നന്മ കെടുത്തുന്ന, നിങ്ങളുടെ യൂണിറ്റി കെടുത്തുന്ന, നിങ്ങളുടെ സ്വസ്ഥത കെടുത്തുന്ന സകല സാത്താനെയും ദൈവം ശാസിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ സമയം സ്വർഗമേ ഈ ജനത്തെ തൃക്കൈയിലേക്ക് ഏൽപ്പിക്കുന്നു. അവിടുത്തെ ജീവൻ ഇവരുടെ മേൽ പകരുമ്പോൾ തന്നെ എല്ലാ മരണത്തിന്റെ ശക്തികളും അഴിഞ്ഞു മാറട്ടെ. ഈ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ തകർക്കുന്ന, സൗഖ്യത്തെ തടയുന്ന, സ്വസ്ഥതയെ കെടുത്തുന്ന, ഐക്യതയെ നശിപ്പിക്കുന്ന സകല തിന്മകളുടെ അരൂപികളും യേശുവിന്റെ നാമത്തിൽ തകർന്നു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ വലിയ വിടുതലുകൾ ഇപ്പോൾ സംഭവിക്കട്ടെ. ദൈവത്താൽ ഈ കുടുംബം ഉദ്ധരിക്കപ്പെടട്ടെ. സാത്താനിൽ നിന്ന് ഈ കുടുംബം മോചിപ്പിക്കപ്പെടട്ടെ. യേശുവിന്റെ കൈ നീട്ടി തൊടണമേ. ഇപ്പോൾ പിതാവേ, വിശുദ്ധിയോടെ ജീവിപ്പാൻ, വേർപാടോടെ ജീവിപ്പാൻ, ദൈവകൃപയിൽ നിലനിൽപ്പാൻ, കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ചുമൽ കൊടുപ്പാൻ ഈ വ്യക്തികളെ ഇപ്പോൾ അവിടുന്ന് എഴുന്നേൽപ്പിക്കണമേ, അഭിഷേകം ചെയ്യണമേ. പ്രാർത്ഥിക്കുന്ന പിതാവേ, സ്വർഗം അങ്ങനെ ചെയ്തിരിക്കയാൽ നന്ദി. മഹത്വം മുഴുവനും അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ഈ മീറ്റിംഗ് ഓൺലൈൻ മീറ്റിംഗ് ആണ്. എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും കർത്താവിൻ്റെ കൃപയാൽ മുടക്കങ്ങളില്ലാതെ നടന്നു പോകുന്ന ഒരു മീറ്റിംഗ് ആണ്. നിങ്ങൾ ആദ്യമായിട്ട് ആരെങ്കിലും ഞങ്ങളുടെ ഈ ചാനൽ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുത്തേക്കുക. മറ്റുള്ളവർക്കും കൂടെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വാട്സാപ്പ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. അത്യാവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിക്കാവുന്നതും ആണ്. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഞങ്ങളുടെ മിനിസ്ട്രിയെ ഓർത്ത് നിങ്ങളും പ്രാർത്ഥിക്കണമേ. കർത്താവ് നിങ്ങളെയും നിങ്ങൾക്കുള്ള എല്ലാറ്റിനെയും ധാരാളമായി സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസം തമ്മിൽ കാണുന്നത് വരെ അത്യുന്നതന്റെ ചിറകിന്റെ കീഴിൽ കർത്താവ് നമ്മെ എല്ലാവരെയും സൂക്ഷിക്കട്ടെ. I bless you in Jesus almighty name. Amen.